ഹായ്, ഏവർക്കും AR's വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UN-ൽ രൂപപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയും സംയമനത്തിനും ചർച്ചകൾക്കും ആഹ്വാനം ചെയ്തിരുന്നു. 15 അംഗ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പാകിസ്ഥാൻ സ്ഥിരാംഗമല്ല. കൂടിയാലോചനകളിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നില്ലെങ്കിലും ആ ചർച്ചകൾ നമ്മുടെ അയൽക്കാർക്ക് അത്ര ഗുണകരമായിരുന്നില്ല എന്നാണ് അനൗപചാരിക റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളുടെ പൊതുവികാരം സംയമനത്തിനും സംഘർഷം ലഘൂകരിക്കുന്നതിനുമുള്ള ആഹ്വാനമാണ്. ഇത് ഇന്ത്യക്ക് ചേരുന്നതുമാണ്. എന്തെന്നാൽ നീണ്ടുനിൽക്കുന്ന യുദ്ധത്തിലെ ആദ്യ ആക്രമണമായല്ല, ഒറ്റത്തവണത്തെ പ്രതികാരമായാണ് ഓപ്പറേഷൻ സിന്ദൂർ വിഭാവനം ചെയ്തത്. ആക്രമണം തുടർന്നു കൊണ്ടുപോകാൻ ന്യൂഡൽഹിക്ക് ആഗ്രഹമില്ലെന്ന് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ സൈനിക ഏറ്റുമുട്ടൽ താങ്ങാൻ ലോകത്തിനാവില്ലെന്ന് ഊന്നിപ്പറഞ്ഞ ഇരു രാജ്യങ്ങളും പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്ന ആഗോളതല ആവശ്യം പ്രധാനമായും ഇസ്ലാമാബാദിനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് കാണാം. ഭീകരതയുടെ ഇരയായ ഇന്ത്യയോടുള്ള സഹതാപവും അതിൽ പ്രകടമാണ്. സംയമനം മുഖ്യം. സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ വ്യക്തമായ ആശങ്കയുണ്ട്. ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും. ആകയാൽ വിവിധ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും സംഭാഷണങ്ങളുടെയും സമാധാനപരമായ പരിഹാരത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ദക്ഷിണേഷ്യയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ആഗോളതലത്തിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാന സന്ദേശം. ഏതെങ്കിലും വിധത്തിലെ സൈനിക സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുരക്ഷാ കൗൺസിൽ സാഹചര്യം വിലയിരുത്തി തുടർ നടപടികൾക്കായി കൂടിയാലോചനകൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയ ദൗർലഭ്യത കൊണ്ട് ശേഷിക്കുന്ന ഭാഗങ്ങൾ നാം തുടർന്നു വരുന്ന പാർട്ടിൽ പറയുന്നതാണ്. ഇതിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നാം പറയും. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ തുടർച്ച കൊണ്ടാണ് ഇനിയും ചാനലുണ്ടാവുന്നത്. തുടർന്ന് ഇതിൻ്റെ ബാക്കി വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമെങ്കിൽ മറ്റു വീഡിയോസ് ചാനലിൽ ചെന്ന് കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കിടാനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുക. ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നന്ദി.